നിയന്ത്രണ രേഖയിൽ വീണ്ടും പാക് പ്രകോപനം. നൌഷേര, സുന്ദർബാനി, അഖ്നൂർ മേഖലകളിൽ വെടിവയ്പുണ്ടായി. ഭാരതം ശക്തമായി തന്നെ തിരിച്ചടിച്ചിട്ടുമുണ്ട്. അതേസമയം ഭാരതം ഏത് നിമിഷവും തിരിച്ചടിക്കുമെന്ന ഭയപ്പാടിലാണ് പാകിസ്ഥാൻ ഉള്ളത്. എസ് നന്ദഗോപൻ വിവരങ്ങളുമായി ചേരുന്നു. നന്ദൻ, കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ആവർത്തിച്ചുള്ള പ്രസ്താവനകൾ പാക് മന്ത്രിമാരുടെ ഭാഗത്തു നിന്ന് നമ്മൾ കാണുന്നതാണ്. ഭാരതം തിരിച്ചടിക്കും എന്ന് അവർ ഉറപ്പിച്ചു കഴിഞ്ഞു. ഭയപ്പാടിലാണ് പാകിസ്ഥാൻ, അല്ലേ? അതിർത്തിയിൽ കഴിഞ്ഞ 6 ദിവസമായി ഈ വെടിനിർത്തൽ കരാർ ലംഘിച്ചുകൊണ്ട് ഭാരതത്തിൻ്റെ നിയന്ത്രണ രേഖയിലുള്ള സൈനിക പോസ്റ്റുകൾക്ക് നേരെ പാകിസ്ഥാൻ റേഞ്ചേഴ്സ് എന്നുള്ള പാകിസ്ഥാൻ്റെ അതിർത്തി കാക്കുന്ന സൈനിക വിഭാഗം നിരന്തരം വെടിയുതിർക്കുന്ന സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. രാത്രിയിലാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നടക്കുന്നത്. ഇന്നലെ രാത്രിയിലും അങ്ങനെ വെടിവെപ്പുണ്ടായി. നൌഷേര, അതേപോലെ തന്നെ സുന്ദർബനി, അഖ്നൂർ സെക്ടറിലാണ് ഇന്നലെ വെടിയുതിർപ്പ് ഉണ്ടായത്. യന്ത്രത്തോക്കുകൾ വെച്ചാണ് ഇന്നലെ ഭാരതത്തിൻ്റെ സൈനിക പോസ്റ്റുകൾക്ക് നേരെ പാകിസ്ഥാൻ റേഞ്ചേഴ്സ് വെടിയുതിർത്തത്. ശക്തമായ മറുപടിയാണ് BSF നൽകിയത്. സമാനമായ രീതിയിൽ യന്ത്രത്തോക്കുകൾ കൊണ്ട് തന്നെ തിരിച്ചടിക്കുന്ന സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. ഇങ്ങനെ നിരന്തരം കഴിഞ്ഞ 6 ദിവസമായി ഇത്തരത്തിൽ യാതൊരുവിധ പ്രകോപനവും ഇല്ലാതെയാണ് പാകിസ്ഥാൻ്റെ ഭാഗത്തുനിന്നും ഇങ്ങനെ വെടിനിർത്തൽ കരാർ ലംഘിക്കുന്നത്. ഏതായാലും BSFന് നൽകിയിരിക്കുന്ന നിർദ്ദേശം കർശനമായി നല്ല ശക്തമായി തന്നെ തിരിച്ചടിക്കുവാൻ വേണ്ടിയുള്ള നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. അത് BSF ഫോളോ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും വരും രാത്രികളിലും സമാനമായ സംഭവങ്ങൾ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിൽ നിയന്ത്രണ രേഖയിൽ സുരക്ഷ കർശനമാക്കിയിട്ടുണ്ട്. ഏത് സാഹചര്യത്തെയും നേരിടാൻ BSFന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അടിക്കുന്ന അതേ നാണയത്തിൽ തന്നെ തിരിച്ചടിക്കാനാണ് BSFന് നൽകിയിരിക്കുന്ന നിർദ്ദേശം. അതേസമയം പാകിസ്ഥാൻ ഇപ്പോൾ വലിയ ഭീതിയിലാണ്. ഭാരതം ഏത് സമയം തങ്ങളെ ആക്രമിക്കുമെന്നുള്ള ഭീതിയാണ് പാകിസ്ഥാനുള്ളത്. കഴിഞ്ഞ ദിവസം പാകിസ്ഥാൻ്റെ ഇൻഫർമേഷൻ മന്ത്രി അറ്റാഉള്ള തരാർ ഇത് സംബന്ധിച്ചുള്ള പ്രസ്താവന ഇറക്കിയിരുന്നു. 24 മുതൽ 36 മണിക്കൂറിനകം ഭാരതത്തിൻ്റെ സൈന്യം തങ്ങളെ ആക്രമിക്കും എന്നുള്ള ഒരു ഭയം ഇന്നലെ ഇൻഫർമേഷൻ മന്ത്രിയുടെ ഭാഗത്തു നിന്നും അയാൾ പ്രകടിപ്പിക്കുകയുണ്ടായി. മാത്രമല്ല, നേരത്തെ പാകിസ്ഥാൻ്റെ ഡിഫൻസ് മിനിസ്റ്റർ ആണെങ്കിലും സമാനമായ ഒരു അഭിപ്രായം അല്ലെങ്കിൽ ഒരു സമാന ഭീതി പങ്കുവെക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഏതായാലും ഭാരതം പ്രത്യാക്രമണം നടത്തുമെന്നുള്ള ഭീതിയിൽ അതിർത്തിയിൽ പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നും അതിർത്തിയിലുള്ള പ്രദേശങ്ങളിൽ നിന്നും ആൾക്കാരെ ഇതിനോടകം തന്നെ ഒഴിപ്പിച്ചു കഴിഞ്ഞു. സുരക്ഷിത മേഖലയിലേക്ക് ജനങ്ങളെ മാറ്റി തുടങ്ങിയിരിക്കുകയാണ് പാക് പട്ടാളം ചെയ്തിരിക്കുന്നത്. ഏത് സമയവും ഭാരതം തങ്ങളെ ആക്രമിക്കുമെന്നുള്ള ഒരു ഭയമാണ് നിലവിൽ പാകിസ്ഥാനിൽ നിലനിൽക്കുന്നത്. മാത്രമല്ല, ഈ ഭാരതത്തിൻ്റെ ഭാഗത്തു നിന്നും ഭാരതം ഇത്രത്തോളം സഹനശേഷി കാണിച്ചിട്ടും നിരന്തരം ഇത്തരത്തിൽ വെടിനിർത്തൽ കരാറുകൾ ലംഘിക്കുന്നു. അതേപോലെ തന്നെ ഭാരതത്തെ ആക്രമിക്കുവാൻ വേണ്ടി IS ഭീകരരെയും അതേപോലെ തന്നെ ലഷ്കറി ഭീകരരെയും ഇവിടെ കശ്മീരിൻ്റെ മണ്ണിലേക്ക് കടത്തിവിടുന്ന സാഹചര്യം, ഇതെല്ലാം തന്നെ ലോകരാഷ്ട്രങ്ങളും തിരിച്ചറിഞ്ഞു. UN-ലടക്കം ഭാരതം ഈ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയ സാഹചര്യമുണ്ട്. US-ഉം റഷ്യയും ഒക്കെ തന്നെ ഭാരതത്തിന് പിന്തുണ നൽകിയൊരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ്റെ ഭീതി അത് കൂടുതൽ വർദ്ധിച്ച ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ബോർഡർ ഏരിയയിൽ നിന്നും ജനങ്ങളെ ഒഴിപ്പിച്ചുകൊണ്ട് അവിടെ കൂടുതൽ സുരക്ഷിതമാക്കാൻ വേണ്ടി പാകിസ്ഥാൻ ശ്രമം തുടരുന്നത്. അതേസമയം തന്നെ നമുക്ക് അറിയാം, ഭാരതത്തെ ആക്രമിക്കുവാൻ വേണ്ടി IS ചാരന്മാരെ ഭാരതത്തിലേക്ക് കശ്മീരിൻ്റെ മണ്ണിലേക്ക് കൂടുതൽ ആക്രമണങ്ങൾ നടത്തുവാൻ കടത്തിവിടുവാൻ വേണ്ടിയുള്ള ശ്രമമാണ് ഇപ്പോഴും പാകിസ്ഥാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഭാരതത്തിൻ്റെ 2 മേഖല കശ്മീരിലെ ശ്രീനഗർ അടക്കമുള്ള 2 മേഖലകളിൽ IS ഭീകരർ ആക്രമണം നടത്തും എന്നുള്ള IB-യുടെയും അതേപോലെ തന്നെ മിലിറ്ററി ഇൻ്റലിജൻസിൻ്റെയും റിപ്പോർട്ടുണ്ടായിരുന്നു. തന്ത്രപ്രധാന മേഖലകളിലൊക്കെ തന്നെ സുരക്ഷ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കർശനമാക്കിയിരിക്കുകയാണ്. അതേപോലെ തന്നെ ഈ മേഖലകളിലൊക്കെ തന്നെ CRPF-നെയും അതേപോലെ തന്നെ സൈന്യത്തിൻ്റെ വിവിധ കമാൻഡോ വിഭാഗത്തെയും വിന്യസിച്ച സാഹചര്യമുണ്ട്. ഏതായാലും ഇന്നിപ്പോൾ ഡൽഹിയിൽ ചേരുന്ന ക്യാബിനറ്റ് യോഗം വളരെ നിർണായകമാണ്. ക്യാബിനറ്റ് യോഗത്തിൽ എന്ത് തീരുമാനമെടുക്കുമെന്നുള്ളതാണ് പാകിസ്ഥാൻ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്. കാരണം ആ ക്യാബിനറ്റ് യോഗത്തിൽ ഈ പാകിസ്ഥാനെതിരെ അടിക്കുവാൻ അല്ലെങ്കിൽ പാകിസ്ഥാനെതിരെ യുദ്ധം ചെയ്യുവാൻ വേണ്ടിയുള്ള തീരുമാനമുണ്ടായാൽ സ്വാഭാവികമായും അത് കനത്ത തിരിച്ചടി പാകിസ്ഥാന് നൽകുമെന്നുള്ളതാണ് ഇതിനോടകം വ്യക്തമായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇന്ന് നടക്കുന്ന ഈ ക്യാബിനറ്റ് യോഗത്തെ പാകിസ്ഥാൻ ഉറ്റുനോക്കുകയാണ്. പെഹൽഗാം ബൈസരൻ വാലിയിൽ നടന്ന ഭീകരവാദ ആക്രമണത്തിന് ശേഷം ഇതാദ്യമായാണ് ക്യാബിനറ്റ് യോഗം ചേരുന്നത്. അതുകൊണ്ട് തന്നെയാണ് പാകിസ്ഥാൻ ഇതിൽ വളരെ ഉറ്റുനോക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. ഏതായാലും പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അവർ വലിയ ഭീതിയിലാണ് അവരുടെ ഈ മണിക്കൂറുകൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നന്ദൻ, ആക്രമണം ഉണ്ടായതിന് തൊട്ടടുത്ത ദിവസം മുതൽ നന്ദഗോപൻ ജമ്മു കാശ്മീരിലാണുള്ളത്. പെഹൽഗാം ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ നിന്ന് നിരന്തരം തത്സമയ വിവരങ്ങളും വാർത്തകളും നമുക്കായി എത്തിക്കുന്നുമുണ്ട്. അവിടെ ജനങ്ങളുടെ പ്രതികരണം എപ്രകാരമാണ്, പ്രദേശവാസികൾ എപ്രകാരമാണ് പറയുന്നത്? കാരണം ഒന്ന്, പാകിസ്ഥാൻ
ഈ ആക്രമണത്തിന് പിന്നിൽ ഇവരുടെ സാന്നിധ്യമുണ്ട്, പാക് ഭീകരരുടെ സാന്നിധ്യമുണ്ട് എന്നത് ആദ്യ ദിവസം തന്നെ, ആക്രമണം നടന്ന ദിനം തന്നെ വ്യക്തമായതാണ്. ഇതിൽ ശക്തമായ തെളിവുകൾ ഭാരതത്തിൻ്റെ പക്കലുണ്ട്. അവ അന്താരാഷ്ട്ര ലോക വേദികളിലും ഭാരതം അവതരിപ്പിച്ചു കഴിഞ്ഞു. ഐക്യരാഷ്ട്രസഭയിലും ഇത് തെളിയിക്കാൻ ഭാരതത്തിനായി. ആ പശ്ചാത്തലം കൂടിയുണ്ട്. ജമ്മുകാശ്മീർ ജനതയുടെ വികാരം എങ്ങനെയാണ്? ഈ ആക്രമണം നടന്ന അന്നു മുതൽ നന്ദൻ നേരിട്ട് കാണുകയാണ്. അനു, ഈ 22-ാം തീയതി ഭീകരാക്രമണം നടക്കുന്നു. പെഹൽഗാമിലെ ബൈസരൻ വാലിയിൽ 26 പേർ മരിച്ചു. 25 വിനോദസഞ്ചാരികളും അതേപോലെ തന്നെ അവിടെ ഉണ്ടായിരുന്ന ഒരു കുതിരക്കാരനുമാണ് മരണപ്പെട്ടത്. ഇതിന് തൊട്ട് പിന്നാലെ 23-ാം തീയതി ജമ്മു കാശ്മീരിൽ ഉടനീളം ഇവിടെ ഹർത്താൽ ആചരിക്കുന്ന, ബന്ദ് ആചരിക്കുന്ന സാഹചര്യമായിരുന്നു നിലനിന്നിരുന്നത്. അതായത് കടകമ്പോളങ്ങൾ പൂർണ്ണമായും അടച്ചുകൊണ്ട് വാഹന ഗതാഗതം പൂർണ്ണമായും സ്തംഭിച്ച് അങ്ങനെ വലിയ രീതിയിലുള്ള ഒരു ബന്ദായിരുന്നു 23-ാം തീയതി ആചരിച്ചത്. മാത്രമല്ല ഭാരതത്തിൻ്റെ പതാകയുമേന്തി തങ്ങൾ ഭീകരവാദത്തിനും തീവ്രവാദത്തിനുമൊക്കെ വിരുദ്ധമാണ്, ഭീകരവാദികൾ ഈ മണ്ണിൽ സ്ഥാനമില്ല തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ വിളിച്ചുകൊണ്ട് സ്ത്രീകളടക്കമുള്ളവർ തെരുവിലിറങ്ങി പ്രതിഷേധിക്കുന്ന കാഴ്ചയായിരുന്നു 23-ാം തീയതി കണ്ടത്. മാത്രമല്ല പിന്നീടുള്ള നിരന്തരമുള്ള ദിവസങ്ങളിൽ സമാനമായി സാധാരണഗതിയിൽ ഇത്തരത്തിൽ ഈ കശ്മീരിലെ സ്ത്രീകൾ അങ്ങനെ പ്രതിഷേധിക്കുവാൻ വേണ്ടി തെരുവിലിറങ്ങുന്ന സാഹചര്യം ഉണ്ടായിരുന്നില്ല. എന്നാൽ 23-ാം തീയതി അത്തരമൊരു സാഹചര്യമുണ്ടായി. സ്ത്രീകളടക്കമാണ് ഇത്തരത്തിൽ വലിയ രീതിയിൽ പ്രതിഷേധമുയർത്തിയത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിനൊക്കെ അപ്പുറത്തേക്ക് ഈ കശ്മീരി ജനതയുടെ പ്രധാന വരുമാന മാർഗം എന്നുള്ളത് വിനോദസഞ്ചാര മേഖലയാണ്. ആ വിനോദസഞ്ചാര മേഖലയ്ക്ക് കനത്ത തിരിച്ചടിയാണ് 22-ാം തീയതി നടന്ന ഭീകരാക്രമണം ഉണ്ടാക്കിയത്. അതുകൊണ്ട് തന്നെ തങ്ങളുടെ കഞ്ഞിയിൽ മണ്ണ് ഇടുന്ന ഒരു സാഹചര്യവും അവർ അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെയാണ് ഇത്തരം ഒരു കാലഘട്ടത്തിൽ പോലീസിനും CRPF-നും നേരെ കല്ലെറിഞ്ഞ കശ്മീരി ജനത ഇപ്പോൾ ഭാരതത്തിൻ്റെ പതാകയുമേന്തി ഭാരതത്തോടൊപ്പം നിന്ന് ഭാരതത്തിന് അനുകൂലമായി മുദ്രാവാക്യം മുഴക്കിക്കൊണ്ട് തീവ്രവാദത്തിനെ ചെറുത്തു നിൽക്കുവാൻ വേണ്ടി, അല്ലെങ്കിൽ തീവ്രവാദത്തിനെതിരെ പോരാടുവാൻ വേണ്ടി തെരുവിലിറങ്ങേണ്ട ഒരു സാഹചര്യം ഉണ്ടായത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചപ്പോൾ തന്നെ കശ്മീരിൽ പ്രധാന വരുമാന മാർഗം ഈ ടൂറിസം മേഖലയാണ്. നിലവിൽ ഈ ഇത്തരം ഭീകരവാദ ആക്രമണത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിലും അതേപോലെ തന്നെ രഹസ്യാന്വേഷണ വിഭാഗത്തിൻ്റെ ഒരു റിപ്പോർട്ടും പരിഗണിച്ച് 48 ടൂറിസം കേന്ദ്രങ്ങളാണ് അടച്ചിട്ടിരിക്കുന്നത്. അവിടുത്തെ വരുമാന മാർഗം പൂർണ്ണമായും ഇല്ലാതായി. മാത്രമല്ല പെഹൽഗാമിൽ നോക്കിയാൽ ഒരു ദിവസം 10,000-കണക്കിന് ടൂറിസ്റ്റുകൾ വന്നിരുന്ന സാഹചര്യമായിരുന്നു പെഹൽഗാമിൽ ഉണ്ടായിരുന്നത്. എന്നാൽ ഈ ഭീകരവാദ ആക്രമണത്തിന് ശേഷം പെഹൽഗാം തുറന്നു നൽകിയെങ്കിലും ബൈസരൻ വാലി പൂർണ്ണമായും ഈ അന്വേഷണത്തിൻ്റെ ഭാഗമായി അടച്ചിട്ടിരിക്കുകയാണ്. ഒപ്പം തന്നെ പെഹൽഗാമിലേക്ക് എത്തുന്ന ടൂറിസ്റ്റുകളുടെ എണ്ണം വളരെ ഗണ്യമായി കുറഞ്ഞു. അതായത് ഒരു ദിവസം 100 വിനോദസഞ്ചാരികൾ പോലും എത്താത്ത സാഹചര്യമാണ് നിലനിൽക്കുന്നത്. ഈ കശ്മീരിൻ്റെ മറ്റ് മേഖലയിലെ ടൂറിസം കേന്ദ്രങ്ങളിലും സമാനമായ സാഹചര്യമാണ് നിലനിൽക്കുന്നത്. നമ്മൾ ഹോട്ടലുകാരോടും അതേപോലെ തന്നെ ടൂറിസ്റ്റ് ഗൈഡുകാരോടും അതേപോലെ ട്രാവൽ ഏജൻസികളോടും ഒക്കെ തന്നെ സംസാരിക്കുമ്പോൾ അവർക്ക് വലിയ നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത് ഈ ദിവസങ്ങളിൽ. സ്വാഭാവികമായും അവർക്ക് ഈ ഭീകരവാദത്തെ എതിർത്തേ പറ്റൂ, ഭീകരവാദത്തെ ചെറുത്തു തോൽപ്പിച്ചേ പറ്റൂ. അത് അവരുടെ നിലനിൽപ്പിൻ്റെ കൂടി ആവശ്യമാണ്. അനു.